നമസ്കാരം. ഈ ബസ്സിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഈ ആഴ്ചയിലെ റിലീസ് സിനിമകളോടെ തന്നെ തുടങ്ങാം. ബാഹുബലിയുടെ തരംഗം 3 ആഴ്ച പിന്നിടുമ്പോൾ വീണ്ടും സജീവമായി മലയാള സിനിമകൾ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. ആസിഫ് അലിയും ഭാവനയും ഒരുമിച്ച അഡ്വഞ്ചേഴ്സ് ഓഫ് ഓമനക്കുട്ടൻ, ജയറാം, ഉണ്ണി മുകുന്ദൻ, അമല പോൾ അടങ്ങുന്ന വലിയ താരനിര ഒരുമിക്കുന്ന അച്ചയൻസ്, ഒരു ഗുസ്തിക്കാരനായി ടൊവിനോ തോമസ് എത്തുന്ന ഗോദ എന്നീ ചിത്രങ്ങളാണ് ഈ ആഴ്ച കേരളത്തിൽ റിലീസ് ചെയ്ത പ്രധാന മലയാള സിനിമകൾ. ഒപ്പം ബോളിവുഡിൽ നിന്നും ചേതൻ ഭഗത്തിൻ്റെ ഏറ്റവും ഹിറ്റ് നോവലായ ഹാഫ് ഗേൾഫ്രണ്ടിൻ്റെ സിനിമാവിഷ്കാരവും തിയേറ്ററുകളിലേക്ക് എത്തി. എവിടെ നിങ്ങളുടെ ശിഷ്യനെവിടെ? അവൻ ഗുസ്തി മതിയാക്കി. ഏറെ നാളുകളായി പ്രതീക്ഷയോടെ കാത്തിരുന്ന സിനിമയാണ് വെള്ളിയാഴ്ച തിയേറ്ററുകളിലെത്തിയ ഗോദ. കുഞ്ഞിരാമായണത്തിന് ശേഷം ബേസിൽ ജോസഫ് സംവിധാനം ചെയ്ത ചിത്രത്തിൽ ടൊവിനോ തോമസ് ആണ് നായിക വേഷത്തിൽ. പഞ്ചാബി താരം വാമിക ഗബി നായികയായും എത്തി. രൺജി പണിക്കർ, അജു വർഗീസ്, മാമുക്കോയ, ബിജുക്കുട്ടൻ തുടങ്ങിയവരാണ് ഗോദയിലെ മറ്റ് ശ്രദ്ധേയ വേഷങ്ങളിൽ. രാകേഷ് മണ്ടോടിയാണ് കഥ എഴുതിയത്. ക്യാമറ ചലിപ്പിച്ചത് വിഷ്ണു ശർമ്മ. ഷാൻ റഹ്മാൻ ചിത്രത്തിന് സംഗീതം നൽകി. AVA പ്രൊഡക്ഷൻസും E4 എന്റർടൈൻമെന്റും ചേർന്നാണ് ഗോദ നിർമ്മിച്ചത്. ഞാൻ പറഞ്ഞല്ലേ റൊട്ടി നിന്ന് ആൾക്കാരാണ് അടിച്ചു റൊട്ടിയാക്കുന്ന ഞാൻ പറഞ്ഞല്ലേ. വണ്ടി വേറെ വഴിയില്ല. നമ്മൾ ജസ്റ്റ് മിസ് ആയതാ, അല്ലെങ്കിൽ അവള് നമ്മുടെ ഷെഡ്യൂളിൽ എടുത്തടിച്ച. ഞാൻ വിളിപ്പിച്ചത് ഒരു ഗാട്ടാ ഗുസ്തി ടൂർണമെന്റ് നമ്മുടെ മനയത്ത് പോയി. നമ്മൾ എങ്ങോട്ടേക്കാണ് പോകുന്നത്? പുതിയ ഒരു സ്ഥലത്തേക്ക്, നിങ്ങൾ ഇതുവരെ കാണാത്ത ഒരു സ്ഥലത്തേക്ക്. ജയറാം, ഉണ്ണി മുകുന്ദൻ, അമല പോൾ, അനു സിത്താര, ശിവദ എന്നീ താരനിരയുമായാണ് അച്ചയൻസ് തിയേറ്ററുകളിൽ എത്തിയിരിക്കുന്നത്. നടക്കില്ല. ഞാനിവിടെ ഉള്ളപ്പോ ഇത് നടത്തിക്കില്ല. ഫാദർ ജോസ് കിരിക്കടൻ. ഞാൻ ഫാദർ ഗിൽബർട്ട്. ഇത് റോയ്ക്ക് ഹീറോയിസം കാണിക്കാനുള്ള പ്ലേസ് ആണ്. ഇവിടുത്തെ ഹീറോ ഞാൻ. ഞാനിവരെ നന്നാക്കാൻ വേണ്ടി കൊണ്ടുവന്നതാ. നന്നായി. സേതുവിന്റെ കഥയിൽ സിനിമ സംവിധാനം ചെയ്തത് കണ്ണൻ താമരക്കുളം. പ്രകാശ് രാജ്, ആദിൽ ഇബ്രാഹിം, സഞ്ജു ശിവറാം തുടങ്ങിയവരാണ് മറ്റു താരങ്ങൾ. രതീഷ് വേഗയുടേതാണ് സംഗീതം. ഛായാഗ്രഹണം നിർവഹിച്ചത് പ്രദീപ് നായർ. CK പത്മകുമാറാണ് അച്ചയൻസ് നിർമ്മിച്ചത്. കണ്ടുമുട്ടി അന്ന് രാത്രി സംഭവിച്ചത് മറ്റൊന്ന്. നവാഗതനായ രോഹിത് PS ഒരുക്കിയ അഡ്വഞ്ചേഴ്സ് ഓഫ് ഓമനക്കുട്ടനിൽ ആസിഫ് അലിയും ഭാവനയുമാണ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. അജു വർഗീസ്, സിദ്ദിഖ്, സൈജു കുറുപ്പ്, ഷാജോൺ തുടങ്ങിയവരും സിനിമയിൽ വേഷമിടുന്നു. ക്യാമറ കൈകാര്യം ചെയ്തത് അഖിൽ ജോർജ്. സംഗീതം അരുൺ മുരളീധരനും ഡോൺ വിൻസെന്റും ചേർന്ന്. ഫോറം എന്റർടൈൻമെന്റ്സ് ആണ് ചിത്രത്തിന്റെ നിർമ്മാണം. मैं तुम्हारी गर्लफ्रेंड नहीं हूँ, पर I can be your half girlfriend. ബോളിവുഡിൽ നിന്നെത്തിയ പ്രധാന ചിത്രം ഹാഫ് ഗേൾഫ്രണ്ട് ആണ്. ചേതൻ ഭഗത്തിന്റെ ജനപ്രിയ നോവലിന് സിനിമാരൂപം നൽകിയത് സംവിധായകൻ മോഹിത് സൂരി. അർജുൻ കപൂറും ശ്രദ്ധാ കപൂറുമാണ് പ്രധാന വേഷങ്ങളിൽ. तुम एक साए का पीछा कर रहे हो माधव. तुम कहीं नहीं जाओगे. अगर उसे नहीं मिला तो हमेशा के लिए खो देंगे. तो जाने दो प्लीज, हमें जाओ. चले तुम भी तुमको चाहूंगा, मैं फिर भी तुमको चाहूंगा. हम बहुत प्यार करते हैं उससे. हम नहीं चाहते वो हमारी हाफ गर्लफ्रेंड बन के रह जाए. റിലീസ് സിനിമകളിൽ നിന്ന് വീണ്ടും ഇപ്പോഴത്തെ ബോക്സ് ഓഫീസിലെ രാജാവായി തുടരുന്ന ബാഹുബലിയുടെ വിശേഷങ്ങളിലേക്ക് തന്നെയാണ്. ബാഹുബലി എന്ന ചിത്രം 3 ആഴ്ച പിന്നിട്ട് 4ാം വാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ 1500 കോടി എന്ന മറ്റൊരു റെക്കോർഡിനു കൂടി ബാഹുബലി തുടക്കമിട്ടിരിക്കുന്നു. 1502 കോടിയാണ് വെള്ളിയാഴ്ച വരെയുള്ള സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ. എന്തായാലും ഈ
വലിയ വിജയം ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായി തന്നെ സിനിമയുടെ ഗാനരംഗവും അണിയറക്കാർ പുറത്തുവിട്ടിട്ടുണ്ട്. അതിനൊപ്പം കേരളത്തിൽ സിനിമ ഇത്ര ദിവസം കൊണ്ട് നേടിയത് 50 കോടിയിലേറെയാണ്. ഒരു ഇതര ഭാഷാ ചിത്രം കേരളത്തിൽ നിന്ന് ഇത്ര വലിയ കളക്ഷൻ നേടുന്നതും ഇത് ആദ്യമാണ്. ആദ്യം ആ ഗാനം ആസ്വദിക്കാം. जैसे पर्वत अविचल सा, ऐसा वो ऐसा, जैसे पर्वत अविचल सा, ऐसा वो ऐसा, जगमग है तारे सा, जैसे पर्वत अविचल सा, जैसे पर्वत अविचल सा, ऐसा वो ऐसा, जैसे पर्वत अविचल सा, ഇന്ത്യൻ സിനിമാ വിശേഷങ്ങളിൽ നിന്ന് ഹോളിവുഡിലേക്ക് പോകാം. ഹോളിവുഡിൽ ബ്രഹ്മാണ്ഡ ചിത്രങ്ങൾ അടുത്ത മാസത്തോടുകൂടി തിയേറ്ററുകളിലേക്ക് എത്താൻ ഒരുങ്ങുകയാണ്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ ചിത്രം തീർച്ചയായും റീബൂട്ട് സീരീസിൽ വരുന്ന ദി മമ്മിയാണ്. ടോം ക്രൂസ് എന്ന സൂപ്പർ സ്റ്റാർ പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രം അലക്സ് കർട്സ്മാനാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. മുൻകാല മമ്മി സിനിമകളെല്ലാം തന്നെ ഇന്ത്യയിലടക്കം കേരളത്തിലും വലിയ വിജയം നേടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ മമ്മിയിലും വലിയ പ്രതീക്ഷയാണ്. VFXന്റെ വലിയ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി തന്നെയാണ് ദി മമ്മി തിയേറ്ററുകളിലേക്ക് എത്തുക. റിലീസിന് മുന്നോടിയായി ഏറ്റവും ഒടുവിലത്തെ ട്രെയിലർ കൂടി അണിയറക്കാർ പുറത്തുവിട്ടിരിക്കുന്നു. കാണാം. You have no idea what you have unleashed. What the hell? How did you get out of that plane? There's not a single scratch on your body. You are alive because you were cursed. Cursed? By what? The ultimate evil. Welcome to a new world of gods and monsters. You saw that, right? She did something to me. The very essence of evil calls to you now. Kick her ass! I'm scared. It takes a monster to defeat a monster.
ഇപ്പോൾ കണ്ട ദ മമ്മി ജൂൺ 9 തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ ജൂൺ 21 മറ്റൊരു വലിയ ഹോളിവുഡ് റിലീസ് കൂടിയുണ്ട്. ട്രാൻസ്ഫോമേഴ്സ് പരമ്പരയിലെ 5ാമത്തെ ചിത്രം ദ ലാസ്റ്റ് നൈറ്റ്. എന്തായാലും മാർക്ക് വോൾബർഗ് അടക്കമുള്ള പഴയ താരങ്ങൾ തന്നെയാണ് ഈ പുതിയ പതിപ്പിലും അണിനിരക്കുന്നത്. യന്ത്രമനുഷ്യരുടെ വലിയ യുദ്ധം ആവിഷ്കരിക്കുന്ന സിനിമ മൈക്കൽ ബേ ആണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. ലോകത്തിൽ ആദ്യമായി IMAX 3D ക്യാമറയിൽ ഷൂട്ട് ചെയ്ത ചിത്രമെന്ന പ്രത്യേകതയും ട്രാൻസ്ഫോമേഴ്സിനുണ്ട്. വലിയ ദൃശ്യവിരുന്ന് തന്നെയാകും ചിത്രം തിയേറ്ററുകളിൽ സമ്മാനിക്കുക. You are needed, sir, urgently. You want to know, don't you, why they keep coming here? The secret history of Transformers. Here, on Earth. Now, to save our future, we must unlock the past. Two worlds colliding, only one survives. I want to stay, and I want to fight them. നയൻതാര യഥാർത്ഥത്തിൽ തമിഴ് സിനിമയിലെ ലേഡി സൂപ്പർ സ്റ്റാർ തന്നെയാവുകയാണ്. ഇപ്പോൾ CBI ഓഫീസറായും നയൻസ് എത്തുന്നു. ആ സിനിമ കാണാൻ ഇടവേള കഴിഞ്ഞു.